ഒരു സന്തോഷമുള്ള നല്ലൊരു വാർത്തയിലേക്ക് പോകാം. കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഇന്ന് സർക്കാർ ഏറ്റെടുത്ത് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയാണ്. ജനറൽ ആശുപത്രിയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതിക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്ന് രാവിലെ നോക്കുമ്പോൾ മന്ത്രി വീണ ജോർജിന്റെ പോസ്റ്റ് കണ്ടിരുന്നു. നിധിയായി കിട്ടിയ അവളെ നിധി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാണ് എന്നതായിരുന്നു ആ പോസ്റ്റ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 900 ഗ്രാമിൽ നിന്ന് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു കുഞ്ഞായാണ് അവൾ ശിശുക്ഷേമ സമിതിയുടെ ഈ ഒരു സംരക്ഷണയിലേക്ക് പോകുന്നത്. എന്താണ് ഈ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങളൊക്കെ? ശ്രീജ 10:30 കൂടിയാണ് ശിശുക്ഷേമ സമിതിക്ക് നിധിയെ കൈമാറുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ തന്നെ നിധി എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. 28 ആഴ്ചയായിരുന്നു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ 28ാമത്തെ ആഴ്ചയിലായിരുന്നു അതിന് പ്രായമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കെയർ ആവശ്യമുണ്ടായിരുന്നു. തുടർന്നാണ് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. ഈ ജാർഖണ്ഡ് സ്വദേശികളായ രക്ഷിതാക്കൾ ജാർഖണ്ഡിലേക്ക് പ്രസവത്തിനായി മടങ്ങുമ്പോഴാണ് ട്രെയിനിൽ വെച്ച് അസ്വസ്ഥതയുണ്ടാകുന്നതും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അങ്ങനെയാണ് ജനറൽ ഹോസ്പിറ്റലിൽ ഇവരുടെ പ്രസവം നടക്കുന്നത്. അതിനുശേഷം കുഞ്ഞിന്റെ ആരോഗ്യം നില മെച്ചപ്പെടാത്തതിനെ തുടർന്നാണ് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. എല്ലാ ദിവസവും ഈ പിതാവ് നിധിയെ അവിടെ എത്തി നിധിയുടെ കാര്യങ്ങൾ നോക്കുകയും അമ്മയുടെ കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ മാറി മാറി നിന്നിരുന്നതാണ്. പിന്നീടാണ് ഈ അമ്മ ഡിസ്ചാർജ് ആയ ശേഷമാണ് പിന്നീട് അച്ഛൻ അങ്ങോട്ടേക്ക് വരാതെയായി. പിന്നീട് ജാർഖണ്ഡിലെത്തിയ ശേഷം ജാർഖണ്ഡിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി, കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു SMS മാത്രമാണ് അയച്ചിരുന്നത്. തുടർന്നാണ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ ജനറൽ ആശുപത്രി അധികൃതർ ഏറ്റെടുക്കുകയും സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുഞ്ഞിന് വേണ്ട പരിചരണങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ആരോഗ്യവതിയായ കുഞ്ഞായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതായത് ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ മിൽക്ക് ബാങ്കിൽ നിന്നാണ് അതിന് ആവശ്യമുള്ള പാല് നൽകിയിരുന്നത്. ഇപ്പോൾ അതായത് സാധാരണ കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നത് പോലെ തന്നെ പാല് കുടിക്കാൻ പ്രായമുള്ള കുഞ്ഞ് ആ ഒരു ഘട്ടത്തിലേക്ക് തനിയെ പാല് കുടിക്കാനുള്ള ഘട്ടത്തിലേക്ക് വന്ന ശേഷമാണ് ശിശുക്ഷേമ സമിതിക്ക് ഇപ്പോൾ കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്ന കുഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി തന്നെയാണ് നിധിയെ കൈമാറുന്നത്. മന്ത്രി വീണ ജോർജ് ആണ് നിധിയെ നമ്മൾക്ക് പേരിട്ടത്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. കാരണം അമ്മയും അച്ഛനും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് കേരളത്തിന്റെ സ്വന്തം നിധിയായി മാറുന്ന ഒരു മൊമെന്റിലേക്കാണ് അല്പസമയത്തിനുള്ളിൽ നമ്മൾ പോകുന്നത്. അവൾ ഈ ആരോഗ്യത്തോടെ ആയുസ്സോടെ ഈ സമൂഹത്തിന്റെ തന്നെ നിധിയായി മാറാൻ ആ കുഞ്ഞിന് കഴിയട്ടെ എന്ന് നമുക്ക് ഈ ദിവസം ആശംസിക്കാം. ഓരോ കുഞ്ഞും ഒരു അമൂല്യ സമ്പത്താണ്. ഈ മകളും അതുകൊണ്ട് തന്നെ നിധി എന്ന പേരായാലോ എന്ന് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ ആ പേര് സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പം നമുക്കും ചേർന്ന് അവളെ വിളിക്കാം, ഈ നാടിന്റെ നിധി എന്ന് വിളിക്കാം.